ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കഥാസാഗരം ഇവിടെ ആരംഭിക്കുകയായി. അതുപോലെ നിങ്ങളോടൊപ്പമുള്ളത് ബോണിയാണ്. കഥ കേൾക്കാൻ എല്ലാവരും തയ്യാറായി, പറയാൻ ഞാനും. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിൽ ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തശ്ശി കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ കഥ മാത്രമല്ല, കുറച്ച് വർത്തമാനവും ഇതിനോടനുബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം, വൈകണ്ട അല്ലേ? അപ്പോൾ കഥ ഇങ്ങനെയാണ്. പണ്ട് 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 വളരെ പണ്ട് ഒരു പാമ്പാട്ടി കാട്ടിൽ നിന്ന് വലിയൊരു സർപ്പത്തെ പിടികൂടി കൊട്ടയ്ക്കകത്താക്കി. അപ്പോൾ പാമ്പാട്ടി ഓർത്തു, പാമ്പിന് വിശന്നാൽ തിന്നാൻ എന്തെങ്കിലും വേണമല്ലോ, വിശപ്പടക്കാനായിട്ട്. എന്നാൽ പിന്നെ ഒരു എലിയും കൂടെ പിടിച്ച് കൊട്ടയിലടയ്ക്കാം. അങ്ങനെ അതിന് തിന്നാനായി ഒരു എലിയെയും കൊട്ടയിൽ പിടിച്ചിട്ട് കൊടുത്തു. എലിയെ കണ്ടതും സർപ്പം അതിനെ പിടിക്കാൻ മുതിർന്നു. എലി ആകെ ഭയന്നു വിറച്ചുപോയി. എലി വാവിട്ട് കേണപേക്ഷിച്ചു. അയ്യോ, എന്നെ കൊല്ലരുതേ. സർപ്പത്തെ തടഞ്ഞുകൊണ്ട് എലി പറഞ്ഞു, നോക്കൂ, നമ്മൾ 2 പേരും അപകടത്തിലാണ്. നിനക്ക് വേണമെങ്കിൽ എന്നെ പിടിച്ച് തിന്നാം. പക്ഷേ ജീവിതകാലം മുഴുവനും നീ പാമ്പാട്ടിയുടെ അടിമയായി കഴിയേണ്ടി വരും. എന്നാൽ ഞാൻ പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ ഈ കുട്ടയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം. സർപ്പത്തിന് അതങ്ങോട്ട് വിശ്വാസമൊന്നുമായില്ല. സർപ്പം പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ ശരി തന്നെ. ഒരുപക്ഷെ ഞാൻ നിന്നെ തിന്നാതിരുന്നാൽ നീ രക്ഷപ്പെടുമായിരിക്കാം, ആ കാര്യം തീർച്ചയാണ്. പക്ഷേ എൻ്റെ കാര്യം എങ്ങനെയാണ്? ഞാൻ എങ്ങനെ രക്ഷപ്പെടും? സർപ്പം ചോദിച്ചു. അപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു, നിനക്കെന്നല്ല ഒരു പാമ്പിനും പറ്റാത്ത കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. എലി പറഞ്ഞു. ശരി, സമ്മതിച്ചു. നീ പറഞ്ഞതുപോലെ എന്നെ രക്ഷിക്കുകയാണെങ്കിൽ ഒരു കാലത്തും ഞാൻ നിന്നെ ഉപദ്രവിക്കുകയില്ല. സത്യം പറയൂ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നീ കണ്ണടച്ചിരിക്കുക. ഞാൻ നിന്റെ തലയിലിരുന്ന് മന്ത്രം ജപിക്കും. ഞാൻ വിളിക്കുന്നത് വരെ നീ കണ്ണടച്ചിരിക്കണം. സമ്മതമാണോ? എലി ചോദിച്ചു. സർപ്പം സമ്മതിച്ചു. എലി സർപ്പത്തിൻ്റെ തലയിൽ കയറിയിരുന്ന് കുട്ടയുടെ മുകൾ വശം കരണ്ട് ഒരു ദ്വാരമുണ്ടാക്കി. ഒരു വാക്കുപോലും സർപ്പത്തോട് പറയാതെ അവൻ അതിലൂടെ പുറത്ത് ചാടി രക്ഷപ്പെട്ടു. കുറേ നേരം കഴിഞ്ഞപ്പോൾ സർപ്പം ചോദിച്ചു, അല്ല എലിയെ, ഇനി ഞാൻ കണ്ണ് തുറന്നോട്ടെ? പക്ഷേ അതിന് ഒരു മറുപടിയും കിട്ടിയില്ല. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് സർപ്പം കണ്ണു തുറന്നു. മുകളിൽ ഒരു ദ്വാരം കണ്ട് സർപ്പം അമ്പരന്നു. അവൻ അതിലൂടെ തല പുറത്തിട്ട് ചുറ്റും നോക്കി. എലിയെ അവിടെ എങ്ങും കണ്ടില്ല. സർപ്പത്തിന് കോപം വന്നു. കള്ളൻ എലി ഒരു വാക്കുപോലും പറയാതെയാണ് പോയത്. അവനെ ഇനി കയ്യിൽ കെട്ടട്ടെ, ശരിയാക്കുന്നുണ്ട്. പിന്നെ സർപ്പം സമയം കളഞ്ഞില്ല. അത് ദ്വാരം വഴി പുറത്തിറങ്ങി രക്ഷപ്പെട്ടു. ദിവസങ്ങളും മാസങ്ങളും അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം കാട്ടിൽ ഇര തേടി നടക്കുമ്പോൾ സർപ്പം എലിയുടെ മാളം കാണാനിടയായി. എലിയെ പിടിച്ചാൽ അന്നത്തെ കാര്യം കുശാലായല്ലോ എന്ന് സർപ്പം കണക്കുകൂട്ടി. അതിനൊരു ശ്രമം നടത്താൻ അവൻ തീരുമാനിച്ചു. അവൻ സാവധാനം ആ മാളത്തിൻ്റെ അടുത്തേക്ക് ഇഴഞ്ഞു നീങ്ങി. മാളത്തിൻ്റെ അടുത്ത് നിന്ന് സൗഹൃദഭാവത്തിൽ എലിയെ വിളിച്ചു. എലി, ഒന്ന് പുറത്തു വരൂ. നിന്നെ കണ്ടിട്ട് എത്ര കാലമായി. നിന്നെ കാണാൻ എനിക്ക് കൊതിയാകുന്നു. അയ്യോ, ക്ഷമിക്കണം പാമ്പേ. അന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നിന്നോട് ഞാൻ സൗഹൃദം നടിച്ചത്. അതുകൊണ്ട് നീയും ഞാനും രക്ഷപ്പെട്ടു. ഇനി നീയുമായി ഒരു സൗഹൃദമുണ്ടാക്കിയാൽ അതൊരു പക്ഷേ എനിക്കായിരിക്കും ആപത്തുണ്ടാക്കുക. എത്രയായാലും നീ പാമ്പും ഞാൻ എലിയുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശത്രുക്കളുമാണ്. അറിഞ്ഞുകൊണ്ട് ഞാനൊരു അപകടത്തിൽ ചെന്ന് തലവെക്കുന്നത് ബുദ്ധിയാണോ? എലിയുടെ വാക്കുകൾ കേട്ട് സർപ്പം നാണിച്ചുപോയി. അവൻ പിന്നെ അവിടെ നിന്നില്ല. അപ്പോഴേ സ്ഥലം കാലിയാക്കി. ഇത്രയുമാണ് കഥ. വളരെ ചെറിയൊരു കഥയാണ് അല്ലേ? ഇത് ഞാൻ എടുത്തിരിക്കുന്നത്
ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള നാടോടിക്കഥകൾ അടങ്ങിയ ഒരു പുസ്തകത്തിൽ നിന്നാണ്. അതിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ദൈവവും രാജാവും എന്നാണ്. അപ്പോൾ വളരെ ചെറിയൊരു കഥ. സഹായിക്കാൻ വരുന്നവർ പലപ്പോഴും തിരികെ സഹായം പ്രതീക്ഷിക്കാറുണ്ട്. സ്വാഭാവികമാണ്, മനുഷ്യർ അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു സഹായത്തിന് വേറൊരു സഹായം നമ്മളൊക്കെ അങ്ങനെ ആഗ്രഹിക്കാറുമുണ്ട്. ഈ സഹായത്തിന് പോലും പലപ്പോഴും ഒരു സ്വാർത്ഥത അടങ്ങിയിട്ടുണ്ട്. നിസ്വാർത്ഥമായ സഹായങ്ങൾ പലപ്പോഴും കുറവാണ്. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. അത് ഇതുപോലെ തന്നെ സഹായത്തിന് വേറൊരു സഹായം. ഈ കഥയിൽ എലി ഒരു ബുദ്ധിമാനായ എലിയാണ്. അവനറിയാം ഇപ്പോൾ അവൻ സഹായിച്ച വ്യക്തി ആരാണെന്നും അയാളിലെ ആപത്ത് എന്താണെന്നുമൊക്കെ വളരെ നിശ്ചയമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സഹായിക്കുന്നത്. മറ്റുള്ളവരെ മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ, അല്ലേ? അതാണ് എനിക്ക് തോന്നുന്നത് ഈ കഥയുടെ ഒരു ഗുണപാഠം അല്ലെങ്കിൽ ഉപദേശം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു സഹായം ഒരു വ്യക്തിക്ക് ചെയ്യുമ്പോഴും ആ വ്യക്തി എന്താണെന്ന് മനസ്സിലാക്കി വേണം ചെയ്യാൻ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എലികളുടെ കാര്യം പറഞ്ഞാൽ വലിയ ശല്യമാണ്, അല്ലേ? എലി എന്ന് പറയുമ്പോൾ നമ്മുടെ വീടുകളിലും പറമ്പുകളിലും എല്ലാം വലിയ ഉപദ്രവമാണ്. വീട്ടിൽ കയറിയാൽ നമ്മൾ വിഷം വെച്ചോ കെണി വെച്ചോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേക ഗ്ലൂ ഉണ്ട് അതൊക്കെ വെച്ചോ കൊല്ലാൻ ശ്രമിക്കും. എന്നുവെച്ചാൽ നാശം വിതയ്ക്കും. വീട്ടിൽ എല്ലാം കരണ്ട് നശിപ്പിക്കും. ആഹാര സാധനങ്ങളും പാത്രങ്ങളും വസ്ത്രങ്ങളും ഒക്കെ കരണ്ട് നശിപ്പിക്കാനുള്ളൊരു പ്രവണത എലിക്കുണ്ട്. അതൊക്കെ തന്നെ പറമ്പിൽ, അല്ലേ, മൂഷിക്കാനും നമ്മുടെ കൃഷിയൊക്കെ നശിപ്പിക്കാറുണ്ട്. മരിച്ചീനിയൊക്കെ നട്ടാൽ ഒക്കെ കിഴങ്ങൊക്കെ കരണ്ട് തിന്നാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ ഒരു ശത്രുവിനെ പോലെയാണ് മനുഷ്യർ എപ്പോഴും അതിനെ കാണുന്നത്. വിപണി നിറയെ എലിയെ കൊല്ലാനുള്ള വിവിധ തരം കെണികളും വിഷങ്ങളും ഒക്കെ ലഭ്യമാണ്. നമ്മളൊക്കെ അതിനെ കൊല്ലാൻ ഇതൊക്കെ യഥേഷ്ടം ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ എലി വിഷങ്ങൾ പലപ്പോഴും അറിഞ്ഞും അറിയാതെയൊക്കെ മനുഷ്യൻ ഭക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചിലർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എലി വിഷം എടുത്ത് കഴിക്കുന്നു. ചിലപ്പോൾ ചിലർ അറിയാതെ ഭക്ഷണത്തിൻ്റെ കൂടെയോ അറിയാതെയൊക്കെ ഇതകത്ത് ചെല്ലാൻ കാരണമാവുകയും നമ്മുടെ ആന്തരിക അവയവങ്ങൾ, ഉദാഹരണത്തിന് ലിവർ പോലുള്ള അവയവങ്ങളെ ബാധിക്കുകയും അത് പ്രവർത്തിക്കാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കാരണം ഈ റാറ്റ് പോയ്സണിങ് അല്ലെങ്കിൽ റാറ്റ് ഇത് കണക്കുള്ള എലി വിഷങ്ങൾ പലപ്പോഴും മനുഷ്യരെയും അറിഞ്ഞോ അറിയാതെയൊക്കെ ബാധിക്കുന്നുണ്ട്. ലിവർ ഫെയിലിയർ, അതായത് നമ്മുടെ ലിവറിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്ന ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ നീങ്ങുന്ന പല സംഭവങ്ങളും ഉണ്ടാവുകയും. അപ്പോൾ ഇന്ത്യയിൽ ഇതൊരു വലിയ സംഭവമാണ്. ഇത് കണക്കുള്ള ഈ എലിവിഷം പലപ്പോഴും മനുഷ്യർ അറിഞ്ഞോ അറിയാതെയൊക്കെ കഴിക്കാൻ ഇടവരികയും തൻ്റെ ആമാശയത്തിൽ ചെന്ന് ലിവറിനെ ബാധിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ. അപ്പോൾ അത് ഒത്തിരി കേസുകൾ അതിനോടനുബന്ധിച്ചുണ്ട്. ഈ ഒരു എലിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിന്ന് പറഞ്ഞതാണ്. ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് എവിടെയോ വായിക്കാൻ ഇടയായതാണ് ഒരു മരണത്തെക്കുറിച്ച്. ഇത് നമുക്ക് എലിവിഷം ഉള്ളിൽ ചെന്ന് സംഭവിച്ച മരണത്തെക്കുറിച്ച്. അത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എലിവിഷം പേസ്റ്റ് രൂപത്തിലോ മറ്റോ വിപണിയിൽ ലഭ്യമാണ്. അത് പല്ല് തേക്കാനും മറ്റോ ഉപയോഗിച്ച് അങ്ങനെ മരണപ്പെട്ട ഒരു കേസും ഞാൻ ഇടയ്ക്ക് പത്രത്തിൽ വായിച്ചു. അതുപോലെ എലിവിഷം കാരണം ഒത്തിരി, പ്രത്യേകിച്ച് കർഷകരുടെ ഇടയിലൊക്കെ ആത്മഹത്യകളൊക്കെ നടക്കുന്നു. അതിനോടൊപ്പം തന്നെ അറിയാതെ ഉപയോഗിച്ച് ഒട്ടേറെ ആപത്ത് വരുത്തി വെക്കുന്നു. ഇത് ഉള്ളിൽ ചെന്ന് അവയവങ്ങൾ, നമ്മുടെ ആന്തരിക അവയവങ്ങൾ പ്രവർത്തിക്കാത്തൊരവസ്ഥ, ഒട്ടേറെ സൈഡ് എഫക്ട്സ് എലി വിഷം അകത്ത് ചെന്നാൽ, അതിനകത്തെ രാസപദാർത്ഥങ്ങൾ അകത്ത് ചെന്നാൽ അതൊക്കെ അപകടകരമാണ്. നമ്മുടെ ജീവന് ആപത്ത് വരുത്തുന്നതാണ്. അത്രയ്ക്ക് മാരകമായ വിഷങ്ങളാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് എലി വിഷം. പലപ്പോഴും നമ്മൾ അത് ഓർക്കാറില്ല. കടകളിലും മറ്റുമൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് അതിനെ അവതരിപ്പിക്കുന്നത്. പക്ഷെ അത്ര നിസ്സാരമല്ല നമ്മൾ ഈ പറയുന്ന എലി വിഷം എന്ന് പറയുന്നത്. വീടുകളിൽ അത് കേക്ക് രൂപത്തിലും അപ്പം അരിയുടെ രൂപത്തിലും അല്ല ഗോതമ്പിൻ്റെ രൂപത്തിലുമൊക്കെ നമുക്ക് ലഭ്യമാണ് എലിവിഷം എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം അറിഞ്ഞോ അറിയാതെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ഉള്ളിൽ ചെന്നാൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതും കൂടെ ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്.
അപ്പോൾ എലിവിഷമൊക്കെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എലിയാവുമ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിടും. ചിലപ്പോൾ ഒരു എലിപ്പെട്ടിയിലോ അരി വെക്കുന്ന പെട്ടിയിലോ ഒക്കെ ചിലപ്പോൾ കൊണ്ടിടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഉള്ളിൽ ചെന്നാൽ വളരെ മാരകമായ വിഷമാണ്. ഇത് വളരെ ഏറെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുകയും മരണത്തിന് കാരണമാവാൻ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഈ ഒരു അവസരത്തിൽ ഞാനത് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ കഥാസാരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായും. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.